അൽ ഇസ്മു ഇമ്മാ മഅരിഫത്തുൻ വ ഇമ്മാ നക്കിറത്തുൻ. ഇസ്മ ഒന്നുമില്ലെങ്കിൽ മാരിഫയാകും അല്ലെങ്കിൽ നക്കിറയാകും. അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിന് മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ മൊത്തം അറബി വാക്കുകളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ഇസ്മ, ഫിഅൽ, ഹർഫ്. അങ്ങനെ ഇസ്മിനെ നമ്മൾ 4-5 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു അല്ലേ. ഒന്നാമത്തെ പറഞ്ഞതാണ് ഒന്നുമില്ലെങ്കിൽ ഇസ്മു നക്കിറയാകാം അല്ലെങ്കിൽ മാരിഫയാകാം. പിന്നെ അതിൻ്റെ ഇറാബ് 3 പറഞ്ഞു. പിന്നെ അതിൻ്റെ ജെൻഡർ പറഞ്ഞു, നമ്പർ പറഞ്ഞു, മബനി പറഞ്ഞു, അറബ് പറഞ്ഞു. അപ്പോൾ ഒരു 5 രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഇസ്മ ഒന്നുമില്ലെങ്കിൽ മാരിഫയാകാം. മാരിഫ എന്ന് പറഞ്ഞാൽ അതായത് നിർണയിക്കപ്പെട്ടത്, സ്പെസിഫൈ ചെയ്യപ്പെട്ടത്, മുൻ പരാമർശമുള്ളത്, അറിയപ്പെട്ടത്, അതാണ് മാരിഫ. നക്കീറ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്. അപ്പോൾ ഇസ്മ ഒന്നുമില്ലെങ്കിൽ മാരിഫയാകാം അല്ലെങ്കിൽ നക്കീറയാകാം. മാരിഫ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട ഒന്നിനെ അറിയിക്കുന്നത്. കണ്ടോ, താഴത്ത് കൊടുത്തിട്ടുണ്ട് ഫൽ മാരിഫത്തു. അപ്പോൾ മാരിഫ മാദല്ല, അത് അറിയിക്കുന്ന ഒന്നാണ്. അല മുഅയ്യിനിൻ, മുഅയ്യിനിൻ്റെ മേൽ. മുഅയ്യിൻ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട ഒന്നിൻ്റെ മേൽ അല്ലെങ്കിൽ ഒന്നിനെ അറിയിക്കുന്നതാണ് ഏത് മാരിഫ എന്നത്. ക പോലെ, മുഹമ്മദിൻ, മുഹമ്മദ് പോലെ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ആളാണ്, മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളാണ്. വ അൻത, ആൻഡ് യു, നീ. നീ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈ ഒരു പേഴ്സണെയാണ് അൻത എന്ന് ഉദ്ദേശിച്ചത്. വഹാദ, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. ഇത് എന്ന് പറയുമ്പോഴും നിർണയിക്കപ്പെട്ട ഒരു ഇതാണ് ഹാദ. കിതാബു മുദരിസിൻ, അധ്യാപകൻ്റെ പുസ്തകം. അപ്പോൾ പറയുമ്പോൾ നോക്കിയേ, അൽ മുദരിസി എന്നുള്ളത് എന്താണ്, മാരിഫയാണ്. അതുകൊണ്ട് കിതാബ് എന്ന മുലാഫും മാരിഫയായി. വൽ ജാമിഅതു, യൂണിവേഴ്സിറ്റി പോലെ. കിതാബു മുദരിസിനായിരിക്കുമോ? മുഹമ്മദിൻ വ അൻത വഹാദ കിതാബി എന്നാണ് അല്ലേ വരിക. കിതാബി മുദരിസിൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. കാരണം ക എന്ന് പറഞ്ഞാൽ ഹർഫ് ജറല്ലേ, മുഹമ്മദിൻ പോലെ. പിന്നെ കത്ഫ് എന്നല്ലേ. അപ്പോൾ കിതാബി മുദരിസിൻ ജാമിഅത്തി, ജാമിഅ പോലെ. ഓക്കെ. വൻ നക്കിറത്തു, ഇനി നക്കിറ എന്നാൽ എന്താ? മാദല്ല, അത് അറിയിക്കുന്നു. അല ഗൈരി മുഅയ്യിനിൻ, നിർണയിക്കപ്പെടാത്ത ഒന്നിനെ അറിയിക്കുന്നു. നിർണയിക്കപ്പെടാത്ത ഒന്നിനെ അറിയിക്കുന്നതാണ് എന്ത്? നക്കിറ. ഗൈരി മുഅയ്യിനായിട്ടുള്ള ഒന്നിനെ അറിയിക്കുക. റജുലിൻ, റജുലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുരുഷൻ, ഏതോ ഒരു പുരുഷൻ. വ കിതാബിൻ, ഒരു പുസ്തകം. വ ജാമിഅത്തിൻ, ഒരു യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ ഇസ്മുകൾക്ക് മാത്രമാണ് ഈ നക്കീറ മാരിഫൊക്കെ ഉള്ളത് കേട്ടോ. ഫിയലുകൾക്കൊന്നും അങ്ങനെയില്ല. ഇസ്മിൻ്റെ മാത്രം പ്രത്യേകതയാണ് നക്കീറ മാരിഫൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പം മൊറബു മബനി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്മിനും ഉണ്ട് ഫിയലിനും ഉണ്ട്. മൊറബു മബനിയൊക്കെ അല്ലേ ഉണ്ട്. എന്നാൽ നക്കീറ മാരിഫ എന്നുള്ളത് ഇസ്മിന് മാത്രമുള്ളതാണ്. അഖ്സാമുൽ മാരിഫത്തി, മാരിഫയുടെ ഇനങ്ങൾ. ഇവിടെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 7 ഇനങ്ങളാണ് മാരിഫക്കുള്ളത്. 7 ഇനങ്ങളാണ് മാരിഫക്കുള്ളത്. അഖ്സാമുൽ മാരിഫത്തി. നക്കിറ പിന്നെ നമ്മൾ തൻമീൻ കണ്ടിട്ട് മനസ്സിലാക്കും. മാരിഫക്ക് 7 ഇനങ്ങളുണ്ട്. അൽ മാരിഫത്തു സബഅതു അഖ്സാമിൻ, മാരിഫ എന്നാൽ 7 ഇനങ്ങളാകുന്നു. വഹിയ, അവ. ഒന്നാമത്തേത് അൽ ദമീറു, ദമീറുകൾ. ദമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ, സർവനാമങ്ങൾ. മിസ്ലു, പോലെ. അന, വ അൻത, വഹുവ, വത്താഉ, മിൻ കതബ്തു, വൽവാവു, മിൻ യക്തുബൂന. എല്ലാ ദമീറുകളും മാരിഫയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാരിഫൻ്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും കുവ്വത്തുള്ള മാരിഫ എന്നൊക്കെ പറയും. അതാണ് ഒന്നാമത്തേത്. അതിൻ്റെ ഒരു ഓർഡറിലാണ് ഇതിൽ എടുക്കുന്നത്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാരിഫ എന്ന് പറയും. മാരിഫൻ്റെ അടിസ്ഥാനം സ്ട്രോങ് മാരിഫയായിട്ടൊക്കെ ഈ ദമീറുകളെ പറയും. അപ്പോൾ നമ്മൾ ദമീറുകളെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ദമീർ മുൻഫസിൽ, ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അത് പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ദമീർ മുത്തസിൽ, ചേർന്ന് വരുന്നത്. അതാണിപ്പോൾ കതബ്തു, ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ അതിൽ താ അല്ലേ അതിൻ്റെ ഫായിൽ, അതല്ലേ ലമീർ, അതൊരു ലമീറാണ്. അതും എന്താണ്? മാരിഫയാണ്. യക്തുബൂന, അവർ എഴുതുന്നു. അതിലെ വാവുൽ ജമാ, അതും മാരിഫയാണ്. പിന്നെ അന, ഞാൻ, വ അൻത, നീ, വഹുവ, അവൻ, അതൊക്കെ മാരിഫയാണ്. അപ്പം എല്ലാ ലമീറുകളും മാരിഫയാണ്. അടുത്തത് അൽ അലമു. അലം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ, പേരുകൾ. മിസ്ല, പോലെ. ഏത്? മിസ്ലു, പോലെ. അഹ്മദു,
വൽ ഹിന്ദു, മെക്ക, ഇന്ത്യ, അഹമ്മദ്, മക്ക പോലെയുള്ള ഒരു പർട്ടിക്കുലർ വസ്തു അല്ലെങ്കിൽ ആളുകൾ, അതിൻ്റെ ഒക്കെ പേരുകൾ എന്താണ്? അത്തരം അലമുകളെല്ലാം മാരിഫയാണ്. മൂന്നാമത്തേത് ഇസ്മുൽ ഇഷാറ, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ, ചൂണ്ടിക്കാണിക്കാനുള്ള സർവനാമങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂവത്തുള്ളത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൂചനാനാമങ്ങളെല്ലാം മാരിഫയാണ്. മാരിഫയാണ്. ഹാദ ഇത്, വദാലിക അത്, ഹാദിഹി ഇത്, തിൽക്ക അത്, ഹാ ഉലായി ഇക്കൂട്ടർ, പിന്നെ ഹാദാനി ഹാത്താനി ഒക്കെ ഇസ്മുൽ ഇഷാറകളെല്ലാം മാരിഫയാണ്. ഇനി ഇസ്മുൽ മൗസൂലു, അൽ ഇസ്മുൽ മൗസൂലു റിലേറ്റീവ് പ്രോനൗൺ, സംയോജന നാമോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അങ്ങനെ എന്തോ ആണ്. അതുകളെല്ലാം എന്താണ്? മാരിഫയാണ്. മിസ്ലു പോലെ, അല്ലതി യാതൊരു, അല്ലദീന യാതൊരു കൂട്ടർ, അല്ലത്തി യാതൊരുവൾ, അല്ലാത്തി യാതൊരു കുറേ സ്ത്രീകൾ, പിന്നെ മാ യാതൊരു, ഏതൊരു എന്നൊക്കെ പറയാം, മൻ യാതൊരുവൻ, അതൊക്കെ മാ മൻ മൗസൂലത്തേനി, ആ രണ്ട് മൗസൂലകളും മായും മന്നും അതൊക്കെ എന്താണ്? മാരിഫകളാണ്. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അൽ മുഹല്ല ബി അൽ മുഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ തെഹ്ലിയത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാം പഠിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ പിന്നെ ബുക്കിൽ ഇങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ പടത്തിലൊക്കെ ഇങ്ങനെ ഇന്നത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ എക്സസൈസിൽ പഠിച്ചിട്ടുണ്ട്. തഹ്ലിയത്ത് ചെയ്തിട്ട് എന്നൊക്കെ പറയും. ബുക്ക് കയ്യിലില്ല. തെഹ്മീലല്ല, തെഹ്ലിയത്ത്, അലങ്കരിച്ചിട്ട് എന്നൊക്കെ പറയാം. ഞാൻ വേണമെങ്കിൽ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ബുക്ക് എടുത്തുകൊണ്ടേ. ഒന്നാമത്തെ ബുക്കിലുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് തഹ്ലിയത്ത്. ഒന്നാമത്തെ ബുക്കിൽ തുടക്കത്തിലൊരു പാഠത്തിൻ്റെ എക്സസൈസിലൊക്കെ ഉണ്ട്. ഷംസിയ കമരിയലല്ലോ നല്ല വായിച്ച്. എന്താ പറയുക, അലങ്കരിക്കുക എന്നൊക്കെ പറയില്ല, അതിനെ യോജിച്ച് ചെയ്തിട്ട് അലങ്കരിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം എവിടെയോ വായിച്ചിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ പറയണ്ട, എനിക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണില്ല, ഒറ്റയടിക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. മുഷീർ ഏത് പാഠത്തിൽ, ഏതോ ഒരു പാഠത്തിൽ വായിച്ചിടും, ഏതാന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇത് അലങ്കരിക്കുക എന്നാണ് പറയുക കേട്ടോ. ശരിക്കും അതിൻ്റെ ഭാഷാർത്ഥം അലങ്കരിക്കുക എന്നാണ്. ഒരു മിനിറ്റ്. അൽ മുഹല്ല എന്ന് പറഞ്ഞാൽ അത് ഡെക്കറേറ്റ് ചെയ്യുക, ഡെക്കറേറ്റ് വിത്ത്. മുഹല്ല ബി എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് വിത്ത്. അലിഫ്ലാം ചേർന്ന് വരിക എന്നൊക്കെ പറയാം. ഹല്ല എന്ന് പറഞ്ഞാൽ അണിയിച്ചു എന്നൊക്കെ പറയാം, അലങ്കരിപ്പിച്ചു, അണിയിച്ചു എന്നൊക്കെ പറയും. അലിഫ്ലാം ചേർക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അലങ്കരിക്കപ്പെട്ടത്, ഡെക്കറേറ്റഡ് വിത്ത് ബി, അൽ ചേർന്ന് വന്നത് എന്നുള്ള ഉദ്ദേശം. ഹല്ല ഹല്ല വേറൊരു അർത്ഥം പഠിച്ചിട്ടില്ലേ നമ്മൾ? ഹല്ലുത്തമാരി അനുവദിച്ചു നോക്കട്ടെ, വേറൊരു ഹല്ലുണ്ട്, ഏതാന്ന് പറയും, ഹല്ലുത്തമാരി എന്നറിയില്ലേ, സൊല്യൂഷനിലെ എക്സ് ഇതിൻ്റെ നോക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഞാൻ ഇത് തഹ്ലിയത്തോടെ കണ്ടുണ്ട്. അപ്പോൾ അതായിരുന്നു അലിഫ്ലാം ചേർന്ന് വരുന്നത്. അൽ കിതാബു, ദ ബുക്ക്, അർ റജുലു, ദ മാൻ, ഇതൊക്കെ മാരിഫയാണ്. ഇനി അൽ മുദാഫു ഇലൽ മാരിഫത്തിൻ, മാരിഫയിലേക്ക് ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ചേർക്കപ്പെട്ടത്, ഇലാഫത്ത് ചെയ്യപ്പെട്ടത്, മുലാഫായി വരുന്നത്, മാരിഫയായി. അപ്പം മുലാഫിനിലേഹി മാരിഫയായിട്ട് വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. മുലാഫിനിലേഹി മാരിഫയായി വരുന്ന മുലാഫെല്ലാം എന്താണ്? മാരിഫയാണ്. മിസ്ലു പോലെ, കിതാബുഹു അവൻ്റെ ബുക്ക്, അവിടെ ഹു എന്നുള്ള ലമീർ മാരിഫയാണ്, അതുകൊണ്ട് കിതാബു മാരിഫയാണ്. കിതാബു ഹാമിദിൻ ഹാമിദിൻ്റെ ബുക്ക്, ഹാമിദിൻ എന്നത് മാരിഫയായതുകൊണ്ട് കിതാബും മാരിഫയാണ്. കിതാബു ഹാദ ഇതിൻ്റെ ബുക്ക്, ഹാദ എന്നുള്ള ഇസ്മുൽ ഇഷാറ മാരിഫയായതുകൊണ്ട് കിതാബു എന്ന മുലാഫ് മാരിഫയാണ്. കിതാബുല്ലദീ ഖറജ മിനൽ ഫസ്ലി ഖബ്ല ഖലീലിൻ കുറച്ചു മുൻപ് ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ട യാതൊരുവൻ്റെ പുസ്തകം. അപ്പോൾ ഇവിടെ കിതാബു മുബ്തദ വഹുവ മുലാഫ് അല്ലദീ മുലാഫിനിലേഹിയാണ്.
അല്ലതി എന്നുള്ള ഇസ്മു മൗസൂൽ മുലാഫിൻ ഇലൈഹിയാണ്. ഇസ്മു മൗസൂലെല്ലാം മാരിഫകളാണ്, അതുകൊണ്ട് തന്നെ അതും മാരിഫയാണ് കേട്ടോ. കിതാബുൽ മുദരിസി, അധ്യാപകൻ്റെ ബുക്ക്. ആ ഒരു പ്രസ്തുത അധ്യാപകൻ്റെ ബുക്ക് എന്നൊക്കെ മലയാളത്തിൽ പറയാം. നമ്മളങ്ങനെ പറയാറില്ല എന്നുള്ളൂ. അപ്പോൾ ഈ അൽഫ്ലാമ് വന്നതുകൊണ്ട് കിതാബു എന്നതും മാരിഫയായി. അമ്മ മുലാഫുൻ എന്നാൽ മുലാഫുൻ ഇലാ നക്കിറത്തിൻ, നക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ മുലാഫാണെങ്കിൽ നക്കിറത്തൂൻ അത് നക്കിറയായിരിക്കും. കിതാബു തോലിബിൻ ഒരു വിദ്യാർത്ഥിയുടെ പുസ്തകം, ഏതോ ഒരു വിദ്യാർത്ഥിയുടെ പുസ്തകം, അത് നക്കിറയാണ്. കണ്ടോ? ബൈത്തു മുദരിസിൻ ഒരു അധ്യാപകൻ്റെ വീട്, ഏതോ ഒരു അധ്യാപകൻ്റെ വീട്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടൂല? താരീഫ് കിട്ടൂല, അത് നക്കിറയായിട്ടാണ് വരിക. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ മാരിഫിൻ്റെ ഇനങ്ങളാണ് പറയുന്നത്. അടുത്തത് അന്നക്കിറത്തുൽ മഖ്സൂദു ബിനിദാഇ, നിദാ കൊണ്ട് ലക്ഷ്യം വെച്ച നക്കിറ. നിദാ കൊണ്ട് അന്നക്കിറ ഒരു നക്കിറ, അൽ മഖ്സൂദത്തു അത് ലക്ഷ്യം വെച്ചു, നിദാ കൊണ്ട് ലക്ഷ്യം വെച്ചു. റജുലുൻ എന്നാണെന്ന് വിചാരിക്കുക, ഒരു പുരുഷൻ. അപ്പം അത് നിദാ കൊണ്ട് ഒരാളെ ലക്ഷ്യം വെക്കുകയാണ്. യാ റജുലു, ഹേ പുരുഷ. യാ ഷെയ്ഖു, ഏ ഷെയ്ഖേ, വൃദ്ധൻ അല്ലെങ്കിൽ റെസ്പെക്റ്റബിൾ പേഴ്സൺ, അതാണ് ഷെയ്ഖു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാളെ ഒരു പുരുഷൻ എന്നുള്ളൊരു വാക്കിൽ ഇന്നയാളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഹർഫ് നിദാ വെച്ചിട്ട് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അത് മഖ്സൂദായിട്ടുള്ളത് വേണം കേട്ടോ. നക്കിറ അല്ല, അത് മഖ്സൂദായിരിക്കണം. അപ്പോഴാണ് ഒരാൾ ഉദ്ദേശിക്കണം, അപ്പോഴാണ് അത് മാരിഫയാകുന്നത്. ഇതാണ് അതേത റജുലൻ ഷെയ്ഖൻ മുഅയ്യനൈനി എന്നാൽ സ്പെസിഫൈ ആയിട്ടുള്ള രണ്ട് പേര്. അത് നിർണയിക്കപ്പെട്ട ഒരു പുരുഷൻ ഒരു ഷെയ്ഖിനെ വിളിച്ചാൽ, ഇതാന്നാണ് വിളിച്ചാൽ, നാദൈത്ത നീ വിളിച്ചാൽ, റജുലൻ ഷെയ്ഖൻ ഒരു ഷെയ്ഖിനെയും ഒരു പുരുഷനെയും, മുഅയ്യനൈനി നിർണയിക്കപ്പെട്ട, അയ്യന നിർണയിച്ചു, യുഅയ്യിനു നിർണയിക്കുന്നു, തഅയീൻ നിർണയിക്കൽ, മുഅയ്യിൻ നിർണയിക്കുന്നവൻ, മുഅയ്യൻ നിർണയിക്കപ്പെട്ടവൻ, ഇസ്മു മഫൂൽ, മുഅയ്യനാനി മുഅയ്യനൈനി രണ്ട് നിർണയിക്കപ്പെട്ടവർ. ശരി, മനസ്സിലായില്ലേ? നാദൈത്ത ഫിഅലും ഫായിലും റജുലും മഫൂലും ബിഹി, ഇത് പിന്നെ മുഅയ്യനൈനി നിർണയിക്കപ്പെട്ട, ഇത് രണ്ടിൻ്റെ നേരത്തെന്ന് തോന്നുന്നുണ്ട്. അല്ലാഹു. അപ്പോൾ അത് സംഭവം മനസ്സിലായില്ലേ? ഹർഫിന് ഇതാ വെക്കണം, മഖ്സൂദത്തനായിരിക്കണം. ഇല്ല ചോദിച്ചോ, ടീച്ചറെ മഖ്സൂദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഖ്സൂദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക. ഒരു നക്കീറായിട്ടുള്ളൊരു ഇസ്മായിരിക്കാം, പക്ഷെ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, ആരെയും ഉദ്ദേശിക്കാണ്ടല്ല പറയുക. ആ റജുലു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ ഉദ്ദേശിക്കണം. ഹേം പുരുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ഇന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവണം, വിളിക്കണ ആളൊരു ഉദ്ദേശം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പുരുഷന്മാരുടെ വിളിക്കണ ആരെങ്കിലും ഒരാൾ എന്നുള്ള ഉദ്ദേശം ആവരുത് എന്ന്. നമ്മളെന്തായാലും വിളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, നമ്മളൊരാൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ യാ വെച്ചിട്ട് വിളിക്കുകയുള്ളൂ. അറബികൾക്കാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകാം. ഇനി അമ്മ നക്കീറത്തു എന്നാൽ നക്കിറയാണ്. ഗൈറുൽ മഖ്സൂദത്തി ഒരാളെ ഉദ്ദേശിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരാളെയും ലക്ഷ്യം വെക്കാത്തൊരു നക്കിറയാണെങ്കിൽ നിദാ കൊണ്ട് യാ എന്ന് വിളിച്ചുകൊണ്ട് ഏതോ ഒരാൾ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിൽ ഫനക്കിറത്തുൻ ആ നക്കിറ എന്താണ്? ഏതുപോലെ പോലെ കൗലിൽ അന്ധനായൊരു വ്യക്തിയാണ്. അങ്ങനത്തെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരാൾ ഉദ്ദേശിക്കാണ്ട് വിളിക്കുക. നമ്മളൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ ഹലോ ഹേ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താവും? ഒരു പർട്ടിക്കുലർ വ്യക്തിനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് വിളിക്കുക. പക്ഷെ ഒരു അന്ധനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരാളെ ഉദ്ദേശിക്കാണ്ട് ചിലപ്പോൾ അയാൾ വിളിക്കും. അപ്പോൾ എങ്ങനെ പറയാം? യാ റജുലൻ ഹുദ് ബിയദി, പറഞ്ഞിട്ടാ ഏതെങ്കിലും ഒരു പുരുഷ എൻ്റെ കയ്യൊന്ന് പിടിച്ചേ എന്ന് പറയില്ലേ? ഓ മാൻ ടേക്ക് മൈ ഹാൻഡ്. ഏതെങ്കിലും ഒരു പുരുഷ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരാളെ എൻ്റെ കയ്യൊന്ന് പിടിച്ചേ എന്ന് പറയുമ്പോൾ അവിടെ നോക്കിയേ യാ റജുലൻ. മറ്റേ എടുത്താണെങ്കിൽ യാ റജുലു എന്നാണ് കേട്ടോ, റജുലൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ റജുലു എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറ് ഹർഫു നിദാ മബനിയുൻ അല ദ്വമ്മി ഫി മഹല്ലി നസ്ബിൻ അല്ലേ? എന്നാൽ ഇവിടെ വരുമ്പോൾ കറക്റ്റ് മൻസൂബാണ്, ഹർഫു നിദാ മൻസൂബുൻ. കണ്ടോ? ഓക്കെ. അപ്പം അങ്ങനെ പിന്നെ കൊടുത്തു വൽ മാരിഫത്തു. അപ്പം ഇതിൻ്റെ പറഞ്ഞല്ലോ അല്ലേ? ഇനി അതിൻ്റെ ഇനി മാരിഫ ഫൽ മാരിഫത്തു
ലാ തതഗൈ ലാ തതഗയ്യറു ഹാലുഹ ബിനിദാഇ. ഇവിടെ മഅരിഫയുടെ അവസ്ഥ മാറുകയില്ല. ഈ വിളി കൊണ്ട് മാരിഫയുടെ അവസ്ഥ മാറുകയില്ല എന്നാണ് പറയണത്. ബിനിദാഇ നഹ്വ യാ ഖാലിദു. മാരിഫൻ്റെ അവസ്ഥ മാറൂല. യാ ഹാദ എന്നൊക്കെ പറയുമ്പോൾ മാരിഫൻ്റെ അവസ്ഥ മാറൂല എന്ന് പറഞ്ഞാൽ എന്താ? മാരിഫൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് ഒരു തെൻമീൻ കുറയുക എന്നല്ലാതെ, തെൻമീൻ കളയപ്പെടുക എന്നല്ലാതെ എന്തുണ്ടാവില്ല, അതിൻ്റെ അവസ്ഥ മാറൂല എന്നല്ലേ പറഞ്ഞത്. ഫൽ മാരിഫത്തു മാരിഫ ലാ തതഗയ്യറു, അത് മാറുകയില്ല. അതിൻ്റെ ഹാലുഹ, അതിൻ്റെ അവസ്ഥ മാറുകയില്ല. വിളി കൊണ്ട് നിദാ കൊണ്ട് അത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അത് യാ ഖാലിദു എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് മാരിഫയാണ്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല എന്നാണ് പറയണത്. മാരിഫ. അപ്പോൾ ഈ ഹർഫ് നിദാ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുനാദ മാരിഫയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. ആരെയും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് നെക്കിറായിട്ട് നമുക്ക് കാണാൻ പറ്റും. യാ റജുലൻ കണ്ടില്ല അവിടെ നെക്കിറയാണ്. അപ്പോൾ അപൂർവമായിട്ടാണ് നെക്കിറ വരുള്ളൂ. ഒരു 99% മാരിഫ തന്നെയാണ് ഇതിൽ കാണുന്നത്. ഇനി രണ്ടാമത്തെ കേട്ടോ. ഹാത്തി, നീ കൊണ്ടുവരണം. സലാസത അംസിലത്തൻ ലി നക്കിറത്തിൻ, നക്കിറയ്ക്ക് വേണ്ടി 3 ഉദാഹരണം നീ കൊണ്ടുവരണം. അത് എളുപ്പമുണ്ട് അല്ലേ? എളുപ്പമുണ്ട്. ഇത് 3 പറഞ്ഞേ. നക്കിറ ആരുമില്ലേ? നക്കിറക്ക് 3 ഉദാഹരണം പറയാൻ കിട്ടണില്ല. കലമുൻ, കിതാബുൻ, ദഫ്തറുൻ, കുതുബുൻ, അല്ല കിതാബുൻ, കലമുൻ, ദഫ്തറുൻ. ഇനിയില്ലേ? മിംഹാത്തുൻ, മിബ്രാത്തുൻ, ബാബുൻ, ദീകുൻ, ദൂദുൻ, കുർസിയുൻ. കുറേ പറയാല്ലേ? അങ്ങനെ പറയാട്ടോ. അപ്പോൾ ഇനി ഹാത്തി സലാസത അംസിലത്തിൻ ലികുല്ലി ഖിസ്മിൻ മിൻ അഖ്സാമിൽ മാരിഫത്തി. മാരിഫയുടെ ഇനങ്ങളിൽ നിന്നും ഉള്ള ഓരോ ഇനത്തിനും 3 ഉദാഹരണം കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇനം പറയാം. ലൊമീർ പറഞ്ഞേ. 3 പറഞ്ഞേ ലൊമീർ വെച്ചിട്ട്. അൻത, ഹുവ, ഹുമാ, ഹിയ, അന, കതബ്നാ. അതന്നെ. കിതാബുഹു ലഹു, കതബ്തു, യക്തുബൂന, തക്തുബീന ഒക്കെ പറയാല്ലേ. ഇനി അടുത്തത് അൽ അലം. അലമിന് 3 ഉദാഹരണം പറഞ്ഞേ. ഫാത്തിമ, ഷബന, ഷാഹിന, സമീഹ ഒക്കെ അലമല്ലേ? പക്ഷേ പേരുകൾ. ഇസ്മുൽ ഇഷാറ ഹാദ, ഹാദിഹി, ദാലിക, ഉലൈക, ഹൗലാഇ. ഇസ്മു മൗസൂലിന് ഉദാഹരണം പറഞ്ഞേ. മാരിഫ അല്ലദി, അല്ലദാനി, അല്ലാത്തി. പിന്നെ അൽ മുഹല്ല ബി അൽ, الكتاب الباب المدرس الدفتر الرجل الولد. مضاف إلى معرفة. كتابه، كتاب محمد، كتاب حامد، كتاب هذا. പിന്നെന്താ? ഖാളി മക്കത്തു, മക്കയിലെ ഖാളി. പിന്നെ ആരാ? മക്കയിലെ ഖാളിയ അബ്ദുറഹ്മാൻ സുദൈസ്. മുലാഫിന്റെ മാരിഫയായിട്ട് ഖാളി. അങ്ങനെ എന്താ പറഞ്ഞേ? അബ്ദുറഹ്മാൻ സുദൈസ്. അത് അലമ കൊണ്ട് മാരിഫയല്ലേ? ഇവിടെ മുലാഫ് കൊണ്ട് മാരിഫയായതാണ് പറയേണ്ടത്. മുലാഫിൻ ഇലൈഹി കൊണ്ട്. ഖാളിനെയാണ് പറഞ്ഞത് ഫാത്തിമ. മീനിങ് ജഡ്ജല്ലേ? പക്ഷെ നിങ്ങൾ അബ്ദുറഹ്മാൻ എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഞാൻ അങ്ങനെ എന്തോ കേട്ടത്. എനിക്ക് അബ്ദുറഹ്മാൻ സുദൈത്തിന്റെ ഖാളിന്നോ? ടീച്ചർ പറഞ്ഞില്ലേ അങ്ങനെ മക്ക, അത് പറഞ്ഞപ്പോ മൂപ്പരപ്പോ ഖാളിനെയും പറഞ്ഞതിന്റെ ഒപ്പം ഖാളി മക്കത്താന്നാണ് ഞാൻ പറഞ്ഞത്. ഖാളി മക്കത്ത. പിന്നെ വേറെ ഏതായിരുന്നു? ഖാളി മക്കത്ത. വേറെ എന്താ പറയാൻ പറ്റുക?
ലമീറിലേക്ക് ചേർത്തിട്ട് ഇഷ്ടം പോലെ പറയാം അല്ലേ വാക്കുകളുടെ പേര്. ബാബുൽ, ഉം. ബാബുൽ ബൈത്തി, ബാബുൽ മസ്ജിദി, മിഫ്താഹുൽ ബൈത്തി, വീടിന്റെ തോക്കോൽ. ഉം. അലിഫ്ലാം ഇട്ടിട്ട് പറയാം, ഇങ്ങനെ പറയാട്ടാ. ജമീലുക ജമീലി ജമീലുക, ജമീല, അബി ജമീല, അബി അഹി അവളുടെ കൂട്ടുകാരികൾ, അഹി അങ്ങനെ പറയാം. ഇനി അടുത്തത് അഹി നക്കിറത്തുൽ അബി മഖ്സൂദത്തി ബിന്നിദാഇ. യാ വലതു, യാ യാ ബിന്തു, വലതു യാ ഫാത്തിമത്തു യാ സമീഹു സമീഹത്തു സമീഹാതു. അത് മണുണ്ട് കേട്ടോ. ശരി, അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ഇനി മൂന്നാമത്തേത് നിങ്ങളപ്പോൾ ഇതുപോലെയൊക്കെ നോക്കിയിട്ട് ചെയ്യാട്ടോ. ഇസ്തഖ്രിജ് പുറത്തെടുക്കണം, മിനദ്ദർസി പാഠത്തിൽ നിന്ന്, മാ ഫീഹി മിൻ നക്കിറാത്തിൻ എന്തൊക്കെ കിട്ടും? നക്കിറകൾ ഖലമുൻ, അഖ്ലാമുൻ, കലമുൻ അക്കലാം ദഫ്തറുൻ, മദ്രസത്തുൻ. ജാഫത്തു ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഇത് അഖ്ലാമു ഹിബിരിൻ, ഹിബിരിൻ അത് ശ്രദ്ധിക്കട്ടെ. അത് അഖ്ലാമു ഹിബിരിൻ അത് നക്കിറയാണ് കേട്ടാ. പിന്നെ കലമു റസാസിൻ, കലമു റസാസിൻ അത് നക്കിറയാണ് കേട്ടാ. കണ്ടോ, മുലാഫിൻ ഇലൈഹി നക്കിറയല്ലേ. അൻബാഉൻ, നൗഉൻ, വറഖുൻ, പിന്നെന്താ വറക്കിൻ മുസത്തരിൻ അല്ലേ. വറക്കിൻ മുസത്തരി വറക്കിൻ അതാ ഉണ്ട് അല്ലേ. ഓ ഓക്കെ ഓക്കെ, ഞാൻ അവിടെ നോക്കല്ലേ, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകണം. ഇനി എന്താ പറയണം? ഇസ്തഖ്രിജ് മിന ദർസി മാഫി മിൻ മആരിഫി. നീ പാഠത്തിൽ നിന്ന് കൊണ്ടുവരണം മഅരിഫകളിൽ നിന്നും, മഅരിഫകളിൽ മഅരിഫയിൽ അതിലെ യാതൊന്ന്, ഫീഹി അതിലെ മഅരിഫകളിലെ യാതൊന്നിനെ പാഠത്തിൽ നിന്ന് കൊണ്ടുവരാം. വദ്കുർ കുല്ല നൗഇൻ വാഹിദത്തിൻ മിൻഹ. എന്നിട്ട് വദ്കുർ നീ പറയണം എന്തെന്ന്, ഓരോ ഇനങ്ങളും പറയണം. അൽ മുഷ്തരി അൽ മുഷ്തരി ഏതാ പറയാ? പറഞ്ഞ ഇനങ്ങൾ പറഞ്ഞേ. അൽ മുഹല്ല ബി അൽ, അൽ മുഹല്ല ബി അൽ. നീയാ അഖ്ലാമുൻ ജാഫത്തുൻ പറ്റൂല. അഖ്ലാമുൻ ജാഫത്തുൻ പറ്റൂ? ഇല്ല. ദാക ഇസ്മുൽ ഇഷാറ ഇല്ലേ. ഹാദാ ഇസ്മുൽ ഇഷാറ. അല്ലദീ ഇസ്മു മൗസൂൽ. ഫൗഖഹു ഹു ളമീറുൻ, ളമീറുൻ. ഹാദാ ഇസ്മുൽ ഇഷാറ. പിന്നെയാ ഇനി എന്താ ഉള്ളത്? അദ്ദഫാത്തിറു, അദ്ദഫാത്തിറു ഏതാ? അൽ മുഹല്ല ബി അൽ. പിന്നെന്താ? തുരീദു ആണ്, മുസ്തത്തിറാണ് അല്ലേ, കാണാൻ പറ്റില്ല. കിട്ടിയോ? പിന്നെ ഗിലാഫിഹി അല്ലേ, ഗിലാഫിഹി അല്ലേ, അതെന്തുട്ടാ? ളമീറുൻ അല്ലേ. അൽ ഇസ്ലാമി വരും ടീച്ചർ. അൽ ഇസ്ലാമി അത് മൊത്തം ഒരു വാക്കാണ് അല്ലേ. ഞാൻ അത് മറന്നു പോയിട്ടാ. ഖരീതത്തുൽ ആലമിൽ ഇസ്ലാമി അതൊറ്റ വാക്കാണ് കേട്ടോ. അത് മാരിഫയാണ് കേട്ടോ. അതെന്തുകൊണ്ടാ? അത് പിന്നെ മുലാഫുൻ ഇല മാരിഫത്തിനാണ് കേട്ടോ. പിന്നെ യാ വലതു എന്നിട്ട് ഒരെണ്ണം വന്നില്ലേ, ആൺകുട്ടി. യാ വലതു അതെന്തുകൊണ്ടാ? അന്നക്കിറത്തുൽ മഖ്സൂദത്തു ബിന്നിദാഇ. പിന്നെ ഇസ്മി മാലിക്കുൻ, ഇസ്മി അല്ലേ. മാലിക്കുനും അലം, അലം അല്ലേ. അലമാണ്. പിന്നെ ഉമറ എന്തുകൊണ്ട്? ഹാദിഹി. പിന്നെ ഹിയ, അൽ മുസ്ലിം, അൽ മുസ്ലിമൂന ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ നോക്കുക കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, മാരിഫകൾ കുറേ ഉണ്ട്. അഷെയ്ഖാനി കണ്ടില്ലേ. അദ്ദഫാത്തിറുണ്ട്, ഇസ്മി ഒക്കെ നോക്കുക കേട്ടോ. അടുത്തത് ആറാമത്തെ കേട്ടോ. വറദ എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യും. സ്വാഹിബുൽ മുഹല്ലിം വരില്ലേ ടീച്ചർ? സാഹിബുൽ അത് സാഹിബുൽ മഹല്ലി അല്ലേ. അൽ മഹല്ലി ഉണ്ട് കേട്ടോ. മുലാഫിനിലേക്ക് അല്ലേ, അത് മുലാഫിനില മഅരിഫത്തി കേട്ടോ. ഇനി അടുത്തത് കേട്ടോ. വറദ ഫിദ്ദർസി പാഠത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് യാ വലതു യാ മാലിക്കു എന്നുള്ളത്. അപ്പോൾ അയ്യുഹുമാ ഇക്തസബത് തഅരീഫിൻ നിദാഇ. അത് വിളി കൊണ്ട് താരീഫിനെ നേടിയത് എന്നതിൽ
അതായത് ഹർഫുനിദ കൊണ്ട് മൈരിഫയായത് ഇത് രണ്ടിൽ ഏതാണ്? ഇക്തസബ എന്നാണ് നേടിയത്. അത്തരീഫ തരീഫ എന്ന് പറഞ്ഞാൽ മൈരിഫ, തരീഫ എന്ന് പറഞ്ഞാൽ മൈരിഫ ആക്കപ്പെട്ടത്. നിദാവ് കൊണ്ട് മൈരിഫയാക്കപ്പെട്ടത് ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ്? യാ വലതും ഉണ്ട്, യാ മാലിക്കും ഉണ്ട്. അപ്പോൾ ഏതാണിത് മൈരിഫയാക്കപ്പെട്ടത്? താരീഫ് ഇത് ഹർഫ് നിദാവ് കൊണ്ട് മൈരിഫയാക്കപ്പെട്ടത് ഏതാ? പറഞ്ഞേ, രണ്ടെണ്ണം കൊടുത്ത്. യാ വലതുമാണോ യാ മാലിക്കുവാണോ? കിട്ടിയോ? മനസ്സിലായിട്ടില്ലേ? ഹർഫ് നിദാവ് വെച്ചപ്പോഴാണ് ഇത് മൈരിഫൈ ആയത്. അതേതാ? യാ വലതു യാ മാലിക്കു രണ്ടെണ്ണം കൊടുത്തിട്ടില്ലേ? അയ്യുമ ഇവർ യാ വലതു ആണ്. യാ മാലിക്കു ആണോ? മാലിക് ഓൾറെഡി എന്താണ്? മൈരിഫ ആണ് അല്ലെ? വലതുൻ എന്നത് നക്കിറയായിരുന്നു, അതിലേക്ക് ഹർഫ് നിദാവ് വന്നപ്പോ മൈരിഫ ആയത്. കണ്ടോ? നിദാ കൊണ്ട് താരീഫ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ താരീഫ് നേടിയത് തസബ എന്ന് പറഞ്ഞാൽ നേടിയത് അയ്യുഹുമ ഇവ രണ്ടിൽ ഏതാണ്? അത് യാ വലതു. അതെ, മാലിക് അലമാണ്. ഓൾറെഡി അലമായതുകൊണ്ട് അത് ഓൾറെഡി മൈരിഫയാണ്. നിദാ കൊണ്ട് മൈരിഫയാക്കപ്പെട്ടത് വലതാണ് കേട്ടാ. ശരി കേട്ടാ. യാ വലതു വേണമെങ്കിൽ നമ്മൾ ഇത് യാ വലതു ലി അന്നഹു ഹലുത്തമാരിൽ ലി അന്നഹു കാരണം അത് നക്കിറത്തുൻ അത് നക്കിറയായിരുന്നു. ഇക്തസബ താരീഫു നിദായി എന്നിട്ട് അത് നേടി. ഇക്തസബ് അത് നേടി. അൽ താരീഫ് നേടി ബിൻ നിദായി നിദാ കൊണ്ട്. ഇമ്മ മാലിക്കുൻ ഹുവ മൈരിഫത്തുൻ അസ്ലൻ. ഇമ്മ മാലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ല തന്നെ മൈരിഫയാണ്. ഇനി അടുത്തത് കേട്ടോ, ഇഖ്റ ഇൽ ഹദീസ. ഹദീസ് നീ വായിക്കണം. അൽ ആത്തിയ തുടർന്ന് വരുന്ന ഹദീസ് നീ വായിക്കണം. അയ്യിൻ നീ സ്പെസിഫൈ ചെയ്യണം, നിർണ്ണയിക്കണം. മാ ഫീഹി അതിലെ യാതൊന്നിൽ എന്ത് മിൻ നക്കിറാത്തിൻ വൽ മാരിഫാത്തിൻ നെക്കിറയും മാരിഫയും നിർണ്ണയിക്കണം. വദ്കുറു നൗഅ കുല്ലി മാരിഫത്തിൻ എന്നിട്ട് ഈ മാരിഫൻ്റെ ഓരോ ഇനങ്ങളും പിന്നെ നീ പറയുകയും വേണം കേട്ടോ. അനസിബിനി മാലിക്കിൻ അനസിബിന് മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. കിട്ടിയോ? അത്ര ഏതാ? അനസ് ഇബ്ന് മാലിക് ഒക്കെ ഇതാണ് അല്ലേ. അനസ് എന്താ? എന്തുകൊണ്ട്? ഏതാ? മരിഫയാണ് നക്കിറയാണോ? മരിഫയാണ്. ഇനം പറഞ്ഞേ. പ്രോപ്പർ നൗൺ ആണ്. അറബി പറയിഷ്ട. അൽ അലമു അലമു. ഇബ്നു പ്രോപ്പർ മുളാഫാണ്. അതാണ്. അപ്പൊ എത്രാമത്തേത്? മുളാഫായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ ശരി. ഇബ്നു ശരിക്കും നേരത്താണ് കേട്ടോ. ഓക്കെ, അത് മരിഫയാണ്, മുളാഫായിട്ട് വരുന്നത്. അൽ മുളാഫ് ഇലാ മരിഫത്തിൻ മാലിക്കിൻ മാലിക്കിൻ എന്താണ്? ഏതാ? നക്കിറയാണോ മരിഫയാണോ? മാരിഫയാണ്. അലബ് കൊണ്ട് മാരിഫയായതാണ്. അന്ന റജുലൻ തീർച്ചയായിട്ടും ഒരു പുരുഷൻ എന്ന് ഹദീസിന്റെ ബാക്കി വായിക്കട്ടെ. സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. മത സഅതു യാ റസൂലുള്ളാഹ് അല്ലാഹുവിൻ്റെ റസൂലേ എപ്പോഴാണ് അന്ത്യസമയം? ആ സമയം അന്ത്യസമയം എന്ന് ചോദിച്ചു. അന്ന റജുലൻ റജുലൻ എന്നത് നക്കിറയാണോ മാരിഫയാണോ? സഅല അവൻ ചോദിച്ചു. അന്നബി എന്താണ്? ഏതാ കാറ്റഗറി? അൽ മുഹല്ലാബി. നോക്കണം കാറ്റഗറി നോക്കിയിട്ട് മനസ്സിലാക്കണ്ട. അൽ മുഹല്ലാബി അൽ എന്നല്ലേ കൊടുത്തുള്ള അഞ്ചാമത്തെ. പിന്നെ എന്തായിരുന്നു? സല്ലല്ലാഹു അല്ലാഹു ലഫ്ദുൽ ജലാല അലം എന്ന് പറയാം. അടുത്തത് ഒരു മിനിറ്റ് കേട്ടോ. ഇതും കൂടി പറഞ്ഞിട്ട് പറയാം. അൽ അള്ളാഹു പറഞ്ഞില്ലേ മത്തസാഅതു അസ്സാഅതു പറഞ്ഞോ. ഖദീജ അൽ മുഹല്ലാബി അൽ ഫിഷ് വേണ്ട മീനാണെങ്കിലേ നമുക്ക് വേണ്ട.
പിന്നെ യാ റസൂലു, യാ റസൂല. കേൾക്കണ്ട യാ റസൂല എന്തായിരുന്നു? അല്ലല്ലേ പറയൂ. അല്ല, അല്ലല്ല, സോറി സോറി. അന്നക്കിറത്തുൽ മഖ്സൂദത്തു ബിന്നിദാ ഇടാ. അന്നക്കിറത്തുൽ മഖ്സൂദത്തു ബിന്നിദാ ഈ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അള്ളാഹു ഇതേപോലെ തന്നെ അലമാണ്. അപ്പോൾ അടുത്ത പേജ് നോക്കട്ടെ, ഒന്ന് കഴിഞ്ഞിട്ട് നിർത്താം. എന്താ പറഞ്ഞത്? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാട്ടാ. കോല അദ്ദേഹം പറഞ്ഞു മാ അഅദദത് ലഹ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അഅദദത ലഹ. അഅദ അദ്ദ അദ്ദ യഉദ്ദു യഉദ്ദാനി യഉദ്ദൂന തഉദ്ദു തഉദ്ദാൻ. അല്ലല്ലോ, ഏതാ? ഫോം 4 ആണ് അല്ലേ? അഅദ്ദ. അഅദ്ദയാണ് കേട്ടോ. അഅദ്ദ അല്ലല്ലോ, ഫോം 4 അല്ലല്ലോ അല്ലേ? ഏതായിരുന്നു? ഫോം 2, 3, 4. ആ, ഫോം 4 തന്നെ. അഫ് അല അഫ് അല അഫ് അല അഫ് അല അഫ് അല അഫ് അലു അഫ് അലത് അഫ് അലത അഫ് അൽന അഫ് അൽത്ത അഫ് അൽത്ത. യെസ്, ഫോം 4 ആണ് കേട്ടോ. ശരിയാണ് കേട്ടോ. അതിൻ്റെ മാലിയാണ് കേട്ടോ അത്. നീ അപ്പോൾ എന്താ ചോദിച്ചത്? നീ എന്താണ് അതിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? ഓക്കെ, അഫ് അല കറക്റ്റ് അല്ലേ? അദ്ദ അദ്ദ കേട്ടോ. എങ്ങനെ വന്നൊന്ന് റബ് ചെയ്ത് അദ്ദ, അല്ല സോറി, തസ്രീഫ് ചെയ്ത് അദ്ദ അദ്ദ അദ്ദു അദ്ദ അദ്ദത്ത. എപ്പോഴാണ് അതിലെ ആദത്ത. അപ്പോൾ അവിടെ താഫായിലാണ് കേട്ടോ. അപ്പം നീ എന്താണ് അതിൽ? ആ തായാണ് അതിൽ എന്തിട്ട് ലമീറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലഹ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതിന് വേണ്ടി നീ എന്തോ ഒരുക്കി വെച്ചത്? ഖാല അഅദദതു ലഹ മിൻ കസീരി സലാസത്തിൻ വലാ അഅദദതു ലഹ മിൻ കസീരി സലാസ വലാ സൗമിൻ വലാ സ്വദഖത്തിൻ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്. എന്താ പറഞ്ഞത്? ലഹ, നിങ്ങൾ എന്തെങ്കിലും തെറ്റൊന്നുമില്ലല്ലോ? മാ അത് മാ ഉണ്ട് അല്ലേ? ഞാനിവിടെ നെഫി കിടക്കണില്ലേ? കൺഫ്യൂഷനായി. എന്താ പറഞ്ഞത് എന്ന് പറയാം, ഞാനതിന് വേണ്ടിയിട്ട് ധാരാളം നിസ്കാരമോ നോമ്പോ ഒന്നും തയ്യാറാക്കിയിട്ടില്ല. പിന്നെ എന്താ ചെയ്തു? വലാക്കിന്നി, പക്ഷേ ഞാൻ എന്തുണ്ട്, ഒഹിബുല്ലാഹ അള്ളാഹിനെയും അവൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. മാന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നഫി, പിന്നെ അഅദദതു ഞാൻ തയ്യാറാക്കി. എന്നാലും അമ്മ വന്നപ്പോൾ തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ തൂ ആണ് അതിലെ ലമീർ കൊണ്ട് മഅരിഫയായത്. ലഹ മിൻ കസീരിൻ സ്വലാത്തിൻ, ധാരാളം നമസ്കാരങ്ങൾ. കസീരി സ്വലാത്തിലെ അത് നക്കിറയാണ്. നക്കിറയാണ്. വലാ സൗമിൻ നക്കിറ, ലാ സദഖത്തിൻ നക്കിറ. വലാകിന്നി യുഹിബ്ബുല്ലാഹ, അല്ലാഹു മഅരിഫയാണ്. റസൂല എങ്ങനെ മഅരിഫയായത്? മുളാഫുൻ ഇലാ മഅരിഫത്തിൻ. അപ്പോൾ ആദ്യം പറയണമെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? റസൂല പറഞ്ഞു ഖാല അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും. അൻത ലമീറാണ്. പിന്നെ മൻ അഹ്ബബ്ത, തായും എന്താണ്? ലമീറാണ് കേട്ടോ. അപ്പോൾ ഇനി 8ാമത്തെ എക്സസൈസ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.